ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗെറ്റിംഗ് ഓവർ യുവർ എക്സ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അതിലൂടെ കടന്നു പോയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിപ്പോൾ ഡിവോഴ്സ് ആയാലും സെപ്പറേഷൻ ആയാലും ബ്രേക്കപ്സ് ആയാലും ഒക്കെ ഈക്വലി ബുദ്ധിമുട്ടുകളുള്ള ഒരു അവസ്ഥയാണ്. പക്ഷേ അത് നമുക്ക് സാധിക്കാത്തൊരു കാര്യമാണോ? അല്ല, തീർച്ചയായിട്ടും നമുക്കത് സാധിക്കും. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു അവസ്ഥയിൽ നിന്നും ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കും. അതിന് സഹായിക്കുന്ന 3 വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സബ്സ്റ്റൻസ് മിസ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്യുന്നു, അത് പെട്ടെന്ന് വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെയാണ് ഈ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് പോകുന്ന സമയത്ത് നമുക്ക് വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ് പലപ്പോഴും നമുക്ക് ആ വ്യക്തിയെ വളരെയധികം മിസ് ചെയ്യും, അല്ലെങ്കിൽ ആ വ്യക്തി ഇനി ഇല്ലല്ലോ എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇല്ലല്ലോ എന്നുള്ളൊരു കാര്യം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് സങ്കടം വരും. അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും തെറ്റായിട്ടുള്ള അഡിക്ഷൻസിലേക്കും മറ്റും പോകാനുള്ള സാധ്യതയുമുണ്ട്, തെറ്റായിട്ടുള്ള കോപ്പിംഗ് സ്കിൽസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ പിന്നോട്ട് മാറേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മളുടെ ഇമോഷണൽ, ഫിസിക്കൽ, മെന്റൽ ഹെൽത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ തെറ്റായിട്ടുള്ള കോപ്പിംഗ് സ്ട്രാറ്റജീസിലേക്കൊന്നും പോകാതിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആ ഒരു വ്യക്തിയെ പറ്റിയുള്ള തോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ, അത് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം. ആ ഒരു പാറ്റേൺ നമുക്ക് ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ. അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നോ കോണ്ടാക്ട്സ് വിത്ത് ദാറ്റ് പേഴ്സൺ എന്നുള്ളതാണ്. ആ വ്യക്തിയുമായിട്ട് ഒരു കോണ്ടാക്ട് നമ്മൾ വെക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ മൊബൈൽ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ നിന്നൊക്കെ ആ വ്യക്തിയെ നമ്മൾ ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ എപ്പോഴാണ് ഇമോഷണലി, ഫിസിക്കലി, മെന്റലി ഒക്കെ ഓക്കെ ആവുന്നത് അതുവരെ നമ്മൾ ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ ഗെറ്റ് ഓവർ ആവുന്നത് എപ്പോഴാണ് അത്രയും കാലത്തേക്ക് ആ വ്യക്തിയെ നമ്മൾ ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കുശലം ചോദിക്കുകയോ ഒക്കെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നിങ്ങളൊന്ന് ബെറ്റർ ആവുന്നത് വരെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗാലറി ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ഹാപ്പി മൊമെന്റ്സിലാണ് അല്ലേ. വഴക്കടിക്കുമ്പോഴോ പ്രശ്നങ്ങളിലൂടെ പോവുകയോ ചെയ്യുമ്പോൾ നമ്മൾ ഫോട്ടോസ് ഒന്നും എടുക്കില്ല. സോ ആ വ്യക്തിയുമായിട്ടുള്ള നമ്മുടെ ഫോട്ടോസ് ഒക്കെ തന്നെ ഹാപ്പി മൊമെന്റ്സിനെ ആയിരിക്കും നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ഹാപ്പി മൊമെന്റ്സ് ആണ് അതൊക്കെ തന്നെ. സോ അത് കാണുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്ക് പോയതിനോ അല്ലെ ഡിവോഴ്സിലേക്ക് പോയതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. പക്ഷെ ആ കാരണങ്ങളൊന്നും ആയിരിക്കില്ല നമ്മുടെ മനസ്സിലേക്ക് വരിക. ആ വ്യക്തിയുമായിട്ടുണ്ടായിരുന്ന ഹാപ്പി മൊമെന്റ്സ് മാത്രമായിരിക്കും നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത്. അത് ഒരുപാട് തരത്തിലുള്ള കുറ്റബോധത്തിലും ഗിൽറ്റ് ഫീലിംഗിലേക്കും അല്ലെങ്കിൽ നിരാശയിലേക്കും ഒക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുമായിട്ടുണ്ടായിരുന്ന നിങ്ങളുടെ ഫോട്ടോസ് എല്ലാം തന്നെ നിങ്ങളുടെ ഗാലറി ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അടുത്തത് തേർഡ് തിങ് ഇസ്, നിങ്ങളൊരു 3 ലിസ്റ്റുകൾ ഉണ്ടാക്കണം. ഒന്ന്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ച ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അത് എത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ടോ അതെല്ലാം ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. രണ്ടാമത്തെ ലിസ്റ്റ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളൊരു ലിസ്റ്റ് രണ്ടാമതായിട്ട് ഉണ്ടാക്കുക. എപ്പോഴൊക്കെ ആ വ്യക്തിയെ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നു, എപ്പോഴൊക്കെ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്ക് പോകണ്ടായിരുന്നു അല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് പോകണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, അപ്പോഴൊക്കെ ഈ 2 ലിസ്റ്റും വായിച്ചു നോക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അത് തീർച്ചയായിട്ടും നമ്മളുടെ ബുദ്ധിമുട്ടുകൾ, ആ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കും. മൂന്നാമത്തെ ലിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ലൈഫിൽ ചെയ്തു തീർക്കണം എന്ന ആഗ്രഹമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ലൈഫിൽ നേടണം എന്ന ആഗ്രഹമുള്ള കാര്യങ്ങൾ, അതെല്ലാം ഒരു ലിസ്റ്റാക്കി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് മൂന്നാമത്തെ ലിസ്റ്റ്. ആ ലിസ്റ്റിൽ ഉള്ള ഓരോ കാര്യങ്ങൾ, നിങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ്, ആ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിലേക്ക് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. സോ ഈ 3 കാര്യങ്ങളും ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് പോസിറ്റീവ്ലി നിങ്ങളുടെ ആ ഒരു തോട്ട് പ്രോസസ്സിനെ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിൽ നിന്നും അല്ലെങ്കിൽ ഡിവോഴ്സിൽ നിന്നും സെപ്പറേഷനിൽ നിന്നൊക്കെ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ.